യൂട്യൂബിൽ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ബെല്ലാരി വേഴ്സസ് SRRയുടെ വീഡിയോയിൽ അങ്ങ് തുടങ്ങാം. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. വാർണിംഗ്, ദിസ് വീഡിയോ കണ്ടെയ്ൻസ് കണ്ടന്റ് ദാറ്റ് സം മേ ഫൈൻഡ് ഡിസ്റ്റർബിംഗ്. ഏറ്റവും അടുത്തുള്ള അഡ്മിൻസിനോട് ചോദിക്കുക, ഏറ്റവും അടുത്തുള്ള ഏതാ ബെല്ലാരി എവിടെ ഉണ്ട്, ഏറ്റവും അടുത്തുള്ളതൊന്ന് പറഞ്ഞതാ അപ്പോൾ ഒരു നക്കി ഒരു നായ ഇപ്പം പറഞ്ഞുതരാം. ഞാൻ ലൊക്കേഷൻ നോക്കുക, തപ്പി എടുക്കട്ടെ. നീ പശുവിനെ കറക്കാൻ പോകരുത്. നീ പശുവിൻ്റെ പറ്റേ കറക്കുന്ന പാല് വീഴുന്ന പാത്രം പിടിച്ചു കൊടുക്കാൻ പോകണം. നിനക്കതേ പറ്റുള്ളൂ, മനസ്സിലായി? പശു കറക്കുന്ന മാമന്റെ സാമാനം അങ്ങനെ വല്ലോ ചെയ്യണേ പറയുമേ. നിനക്കതേ പറ്റൂളേ, നിനക്കതേ പറ്റത്തുള്ളേ. നീ അങ്ങനെ ചെയ്യണം. നിനക്ക് പശുവിനെ കറക്കാൻ പോകുന്ന പോലും നിന്നോട് ഞാൻ പറയത്തില്ല. നീ അങ്ങനെ പോകണം, നീ അതിന് പോകണം. ഇത് നമ്മുടെ മോഡറേറ്റർ പ്രൈം അല്ല കേസ്, ഇത് കേട്ടോ. ഇത് നമ്മുടെ മോഡറേറ്റർ പ്രൈം അല്ല, ഇത് വേറെ പ്രൈം. ഇത് കേട്ടാ എടാ, നിനക്ക് വേറെ പണിയില്ലേ റാഡിൻസ്? ഓ അയ്യോ, ഇവിടെ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ തുണിയൊക്കെ അലക്കിയിട്ട് കിച്ചണൊക്കെ വൃത്തിയാക്കി. വീട്ടിലൊരു 15 പശു ഉണ്ട്, അതിനെയൊക്കെ കഴുകി കുളിപ്പിച്ച് അവിടെ പാലൊക്കെ കറന്ന് ഇതാക്കി കൊടുത്ത് പാലൊക്കെ ഇതിനകത്താക്കി സൊസൈറ്റി കൊണ്ട് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു ഫൈനൽസിന്റെ, അതും കളിച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് റാഡിൻസെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി നിന്റെ തന്തയ്ക്ക് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കും, ഞാൻ അതും കൂടെ ചെയ്യാം. ഞാൻ അപ്പോൾ അന്നെ കഴിവറാമനെ നീ വന്നിരിക്കണം എൻ്റെ പണി ചോദിച്ച്. എൻ്റെ പണിക്കെടുക്കാൻ വന്നിരിക്കുന്നത് നീ, നിന്റെ ചെലവിന് ജീവിക്കണമല്ല ഞാൻ. അഡ്മിൻ ഗിവിംഗ് ലൊക്കേഷൻ ടു SRR members. ഇറ്റാച്ചി അണ്ണ ഒരു 100 രൂപ ഇറ്റാച്ചി ഉമ്മ. അത് കേട്ടാ കട്ടാ പീസ് കേട്ടാ. ഇത് നോക്കണേ ബെല്ലാരി സൂപ്പർ ലൊക്കേഷൻ. പയ്യൻ വെയിറ്റ് ആയിട്ടോ ബെല്ലാരി സൂപ്പർ. അവനെ ഇങ്ങോട്ട് വലിച്ചിടും, ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്റെ അപ്പൊ മാക്സ് മാക്സ് ഇടാ അതൊന്നും വേണ്ടത്. ഇവർ ഇച്ചിരി ബുദ്ധിമുട്ട് കേട്ടോ, ഇവർ ഇച്ചിരി ബുദ്ധിമുട്ട്, ഇച്ചിരി ബുദ്ധിയില്ല. പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം. ഏതൊരു ബുദ്ധിമാനും ഒരബദ്ധം പറ്റും. ഞങ്ങൾക്കൊരബദ്ധം പറ്റും. ഇനി ഒരബദ്ധം പറ്റാതിരിക്കാൻ ഇവന്റെ തലയിൽ തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട്. അത് ന്യായം. കാട്ടവരോധം പറഞ്ഞു കഴിഞ്ഞാൽ ബോധമുള്ളവർക്ക് എന്തായാലും കാട്ടവരോധമായിട്ട് തോന്നും. എന്ത് മനുഷ്യനാണോ ദൈവമേ ഇതൊക്കെ. അതാ ഇത് അടുത്തളിയ സെർവറിൽ അടുത്തളിയ കേട്ടാ, സെർവറിൽ അടുത്തളിയനാണ് ഗൈസ്. പ്യൂർ അതായത് നമ്മൾ കണ്ടിട്ടില്ലേ PvP സെർവറിലൊക്കെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുത്തിയിരുന്ന് ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്കാർ. ഹോക്സി ബ്രോ താങ്ക് യു സോ മച്ച് 29 റുപ്പീസ്. അവർക്കൊക്കെ ഒരു കാലത്ത് റിസൾട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു റിസൾട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. കണ്ടോണേ, വണ്ടി നിർത്തുന്നു, ചാടി ഇറങ്ങുന്നു. ഓ സാധനം പൊങ്ങി. അതെന്താടി? ഏതാ MG3 ഡ്രോപ്പ് ഇൻ ജോഡ് ഹാസ് ബീൻ പെർമനന്റ്ലി ബാൻഡ് ഫ്രം ദ സെർവർ. അവൻ ലൈവ് ഇട്ടു കേട്ടാ. അത് അവന്റെ അല്ലടാ, ഇത് മറ്റേ PAV ആണല്ലേ. ഓ ഇപ്പൊ കണ്ടോണേ, വണ്ടി എടുത്ത് ഫ്രണ്ടിൽ പോവാണേ. വണ്ടി നിർത്തി, മറ്റേ ധീരയിലെ രാംചരനാ കേട്ടാ. വണ്ടി നിർത്തി. നോക്കണേ. ഇത് ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ആളുടെ എയിം ഫസ്റ്റ് മറ്റേ വണ്ടിയിലേക്ക് പോയി. ആള് ക്രോസ് എയർ എക്സ് ആണ്ടേ, ഈ ക്രോസ് എയർ കാട്ടൂല, അതുകൊണ്ട് നല്ല അഡ്വാൻറ്റേജ് ആക്കും. നല്ല അഡ്വാൻറ്റേജ് അല്ലേ ക്രോസ് എയർ എക്സ് ആണ്ട്. ഇങ്ങോട്ട് പോയി സാധനം, ഇങ്ങോട്ട് പോയി ഒരാള് വിട്ട്, എന്നിട്ട് അവനായിട്ട് അടിക്കുക. സൂപ്പർ. അവനുണ്ടാവും. ഇവനെ അങ്ങ് റിക്രൂട്ട് ചെയ്താലോടാ, വേറെ ആരെ കളിപ്പിക്കണ്ട. അടിച്ചോളൂ, എന്തിനാ നമ്മൾക്ക് മനസ്സിലായി. എടാ മോനെ, റിക്രൂട്ട്മെന്റ് വരട്ടെ നിനക്ക്. ഇതിന്റെ അപ്പുറം മനസ്സിലായി. കടവന്ത്ര സിഗ്നലിൽ വെച്ചൊരു അവാർഡും വേണം. സത്യത്തിൽ ഒരു അവാർഡ് കൂടെ കൊടുക്കണം. ബെസ്റ്റ് പ്ലെയർ പിങ്ങിട്ട് കൊടുക്കുന്നുണ്ടാ. പിങ്ങിടറാ ആളെ. നിനക്ക് ലൊക്കേഷൻ ഒക്കെ അറിയാലോ, പിന്നെന്തിനാ
അയ്യോ അതെന്തത് നാച്ചുറൽ മര്യാദ പിങ്ങിട്ടതാണ് ഫയലിട്ട് കളിക്കുമ്പോ പിങ്ങിട്ടതാണ്. ഇനി അടി നോക്കിക്കോ ഡൗണ്. ബ്രോ എന്തിനാ ബ്രോ ഇങ്ങനെ കളിക്കുന്നത് നീയൊക്കെ? ട്രോഫിനോട്ട് MG3 ട്രോഫിൻ എന്തിനാടാ നീയൊക്കെ ഇങ്ങനെ കളിക്കുന്നേ? കഷ്ടം തന്നെയാണ്, നാണക്കേടാണ്, കഷ്ടം കഷ്ടം തന്നെ കഷ്ടം. ഇരുട്ടടി സത്യം ഇവനൊക്കെ എന്ത് ചെയ്യണമെന്ന് പറയാനാണ് ഗൈസ്. സത്യമായിട്ട് ഇവന്മാരെ ഈ PvPയിൽ പിടിക്കുന്നവന്മാരെയൊക്കെ കേരളത്തിലെ എല്ലാ സെർവേഴ്സിൽ നിന്നും ബാൻ ചെയ്യണം. ഒരു സെർവർ PvP പിടിക്കുന്നവനെ എല്ലാ സെർവേഴ്സിൽ നിന്നും ഇത് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ കുണ്ണുകളെയൊക്കെ കുറയ്ക്കാൻ പറ്റും, അല്ലാതെ വേറെ ഒന്നും പറ്റില്ല. ഇവന്മാരെയൊക്കെ ഒരു സെർവറിൽ പിടിച്ചാൽ കേരളത്തിൽ ഒരു സെർവറിലും കളിക്കാൻ പറ്റത്തില്ല എന്നുള്ള റൂള് കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ. അത് കൊണ്ടുവരാതെ കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വീണ്ടും ഇപ്പം ഇവിടുന്ന് അടുത്ത സിറ്റിയിൽ പോകും, കുറച്ച് നാൾ ഗ്യാപ്പ് എടുക്കും. ഗ്യാപ്പ് എടുത്തിട്ട് ഒരു 2 മാസം കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് അഡ്മിൻസിനോട് താങ്ങും. അഡ്മിൻസിനോട് പറയും ബ്രോ ഒരവസരം കൊടുക്ക്, കൊച്ചി ഇറക്കനാ, നല്ല ഫ്യൂച്ചറുള്ള പയ്യനാ, അവനൊരു അബദ്ധം പറ്റിയതാ എന്ന് പറയുമ്പോൾ ഉടനെ ആ സെർവറിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ. ഇതാണ് ഈ കഴിഞ്ഞ കുറേ മാസങ്ങളല്ല വർഷങ്ങളായിട്ട് RP സെനാറിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം. അതാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ്. പുതിയ പേര് അല്ലേലും പുതിയായിട്ട് ഇവര് ഇപ്പൊ ഒരു സെർവറിന് ബാങ്ക് കൊടുത്താലും ഇപ്പം ഇവന്റെ സൗണ്ട് വലിയ ഫെമിലിയർ അല്ലെങ്കിൽ മറ്റേ ഇത് ഇട്ടോണ്ട് വരാ, മറ്റേ സ്റ്റീമോ മാറ്റിട്ട് വരാലോ, സ്റ്റീം മാറ്റിട്ട് വീണ്ടും കളിക്കാലോ. അതെ 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 അങ്ങനത്തെ കുറെ എണ്ണം ഉണ്ട്. കഷ്ടം. സ്റ്റീം മാറ്റി വന്നു കഴിഞ്ഞാൽ അറിയത്തില്ല, കാരണം അവന്റെ സൗണ്ട് ആർക്കും അവിടെ അഡ്മിൻസിന് ആർക്കും അറിയത്തില്ല. 5M ബാൻ വേണമെന്ന്. അതെ 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 നോക്കാം. വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം കേസ്, വീഡിയോസ് ഒക്കെ കാണാം. ചില്ല. അപ്പം അണ്ടിയില്ലാത്തവനെ വേറെ വല്ല പണിക്കുമ്പോ നീ സെർവറെ കളിക്കരുത്, നിനക്കൊന്നും അതിന്റെ യോഗ്യതയില്ല. എയിംബോട്ടുകളുടെ കളിയാണ് ഇപ്പം, മറ്റേ ഇടത്തോട്ട് പിടിക്കാൻ വലത്ത് പോയി തലക്കൊള്ളണല്ലേ. അതാണ് പിന്നെ ഇത് കണ്ടാ മാർക്ക് ചെയ്താടാ പോച്ചേവടിയൻ. വെടിയനല്ല, കൊട്ടൈക്കൊതിയനാണ്. കൊട്ടൈക്കൊതിയൻ.